മജീദാണ്. ഇന്ന് കാളികാവ് പെട്രോൾ പമ്പിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ നിങ്ങൾ? അത് ഇന്ന് ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് അത് കണ്ടത്. എന്ന് വെച്ചാൽ ആ കാറിൻ്റെ സൈലൻസർ ഊരിയിട്ടാന്നറിയില്ല, അതാ പിന്നെ സൈലൻസറിന് വേറെ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടാന്നറിയില്ല. എന്ന് വെച്ചാൽ എലാക്കിൻ്റെ ഒരു സൗണ്ട്. എന്നിട്ട് ഈ കാറാണ് കാളികാവ് പിന്നെ അങ്ങാടി കൂടി. എന്ന് വെച്ചാൽ ഈ പെട്രോൾ പമ്പിൽ നിന്ന് കാളികാവ്ക്ക് ഒരു അങ്ങാടിക്ക് എന്ന് വെച്ചാൽ ഒരു 200 മീറ്റർ ഉണ്ട്. ഈ പോലീസുകാർ മൂക്കിൻ്റെ തുമ്പത്ത് കൂടിയാണ് ഈ കാർ ഇങ്ങനെ പോയിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഇങ്ങനെ ഇനി കാറോ ബൈക്കോ പിന്നെ ഇങ്ങനെയൊക്കെ പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ നിയമത്തിന് വിപരീതമായി പോയാൽ പോലീസുകാർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അത് പറയാൻ കാരണം കാളികാവ് അങ്ങാടിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം എനിക്ക് പിന്നെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പണി സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്ക് എന്ന് വെച്ചാൽ പണി സ്ഥലത്ത് നിന്ന് 11 മണിക്ക് ചായക്ക് ഇറങ്ങി. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്ക് കൊണ്ട് കാളികാവ് അങ്ങാടിക്ക് ഞാൻ പോന്നപ്പോൾ കാളികാവ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് പോലീസ് കൈയാട്ടി. അപ്പോൾ കൈയാട്ടിങ്ങാണ്ട് പിന്നെ ആ വണ്ടിൻ്റെ നമ്പർ നോക്കുമ്പോൾ എന്നുവെച്ചാൽ അതിൻ്റെ ഇൻഷൂർ പിന്നെ തെറ്റിക്കണേ. എന്നുവെച്ചാൽ 4 ദിവസമായി അതിൻ്റെ ഇൻഷൂർ തെറ്റിക്കണമെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ എൻ്റെയൊക്കെ ഹെൽമെറ്റ് ഉണ്ട്, എനിക്ക് ലൈസൻസും ഉണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു 500 റുപ്യ ഫൈൻ അടക്കണം പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞാൻ ആ പോലീസുകാരോട് പറഞ്ഞു, സാറേ ഞാൻ പണിസ്ഥലത്ത് നിന്ന് പോരുകയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കാണ്, പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു അതൊന്നും പറഞ്ഞ് കാര്യമില്ല, അല്ലെങ്കിൽ കോടതിക്ക് എഴുതും പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, അത് എൻ്റെ വണ്ടിയല്ല, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. 4 ദിവസം ഇൻഷൂർ തെറ്റിയിട്ട് 4 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ സുഹൃത്തിന് അതൊരു ബുദ്ധിമുട്ട് ആകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വേറെ ആൾക്ക് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചുകാണ്ട് എൻ്റെ ഫോണിക്ക് 500 റുപ്യ ഇടാൻ പറഞ്ഞുകൊണ്ട് ആ 500 റുപ്യാണ് ഞാൻ ആ പോലീസുകാരന് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതാറോ, ഇതേമാതിരി കൂലിപ്പണിക്കാരൊക്കെ ഇതേമാതിരി ബൈക്കുമ്പോൾ പോരുമ്പോൾ ഒരു ചെറിയ സംഗതിക്കൊക്കെ എന്തേലും വെച്ചാൽ പേച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസുകാർ ഇതിന് ഫൈനോട് ഫൈനാക്കാരം. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് 4 ദിവസം തെറ്റിക്കഴിഞ്ഞാലും അത് നമ്മളെ തെറ്റന്നെയാണ്. തെറ്റണേന് അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ തന്നെ ആ 500 റുപ്യ അങ്ങനെ ഞാൻ അടച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേമാതിരി ഇലക്ഷനിൽ ജയിച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്ന് വെച്ചാൽ ഈ പാർട്ടിപ്പെട്ട ആൾക്കാർ ഇനി സൈലൻസർ ഊരിങ്ങാണ്ടോ അല്ലെങ്കിൽ വേറെ ഇനിയിപ്പോൾ എന്ത് മാത്താങ്കൂട്ടം കാട്ടിയാലും പോലീസുകാരത് കണ്ടാലും കണ്ടിട്ടില്ല എന്ന് കാണാത്ത മാതിരി പോലീസുകാർ നടക്കും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? എന്താ രാഷ്ട്രീയക്കാരെ കിങ്കരന്മാർ എന്ത് ചെയ്താലും പോലീസുകാർ ആ ഭാഗത്തേക്ക് നോക്കൂല, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ.